തീർച്ചയായിട്ടും ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. കാരണം ബീഹാറിലെ കാട്ടുകള്ളന്മാർ എല്ലാവരും ചേർന്ന് ഇന്ത്യ മുന്നണിയുടെ കാവൽക്കാരൻ എന്ന് അഭിമാനിക്കുന്ന, എന്നാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയോ സമൂഹത്തിന് വേണ്ടിയോ കഷ്ടപ്പെടാൻ തയ്യാറല്ലാത്ത, വിയർപ്പിന്റെ വിലയറിയാത്ത, കാൽനടിയിൽ മണ്ണിന്റെ ഒരു തരി പോലും പറ്റാത്ത, നരേന്ദ്രമോദിക്ക് പാരക്കാരനാണ് ഞാൻ എന്ന് സ്വയം 1000 തവണ പറയുന്ന ശ്രീമാൻ രാഹുൽ ഗാന്ധിയുടെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്നുള്ള അവസ്ഥയിലേക്കാണ് ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ വിജയം നമ്മെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അതിനർത്ഥം നമ്മൾ അങ്ങനെ ഒരു വിജയം നമുക്കുണ്ടായി എന്ന് കരുതിയിട്ട് നമ്മൾ മതിമറന്ന് ആഹ്ലാദിക്കില്ല. വിജയം എന്ന് പറയുന്നത് ഇരട്ടി ജോലിയാണ്. സാധാരണ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഒരാൾ ഇരുന്നാൽ ആരാധനായിട്ടുള്ള അഖിലേന്ത്യാ നേതാവും നമ്മുടെ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും നായകനായി മാറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാറിയ ശ്രീമാൻ നരേന്ദ്രമോദി പറയും, ഒരാൾ ജയിച്ച് MLA ആയാൽ, മന്ത്രിയായാൽ, മുഖ്യമന്ത്രിയായാൽ, കേന്ദ്രമന്ത്രിമാരായാൽ നിങ്ങളുടെ ദൗത്യം വർദ്ധിക്കുകയാണ്. എങ്ങനെയാണ്? നിങ്ങൾ കൂടുതൽ എളിമയോടുകൂടി, നിങ്ങൾ സേവകരെ പോലെ, ജോലിക്കാരെ പോലെ, കാവൽക്കാരെ പോലെ, എങ്ങനെ നാടിന്റെ കാവൽക്കാരായി നിങ്ങൾ മാറണം എന്ന് പറയുന്ന നമ്മുടെ നരേന്ദ്രമോദിജി വിശ്വസിക്കുന്ന ആ പാർട്ടിക്ക് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വിജയമുണ്ടായി. ബീഹാറിലെ ശ്രീമാൻ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ നമുക്കവിടെ കാണാൻ സാധിച്ചത്, ഓരോ തെരുവിലും, ഓരോ പ്രദേശത്തും, ഗ്രാമാന്തരങ്ങളിലും ആരാധനായിട്ടുള്ള അമിത്ഷാജി കടന്നു ചെല്ലുന്നു. അവിടെ ഓരോ പ്രദേശത്തും ശ്രീമാൻ നരേന്ദ്രമോദി എത്തുന്നു. അവിടെ ഫഡ്നാവിസ് എന്ന് പറയുന്ന അതിപ്രഗത്ഭനായിട്ടുള്ള മഹാരാഷ്ട്രയിലെ വീരൻ പ്രസംഗിക്കാൻ വേണ്ടി ചെല്ലുന്നു, കുടുംബയോഗങ്ങൾ വിളിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, മോഹൻ യാദവ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹം കടന്നു ചെല്ലുന്നു. യോഗി ആദിത്യനാഥ് പ്രസംഗിക്കാൻ പോകുന്നു, കുടുംബസമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. രാജ്നാഥ് സിംഗ് അവിടെ പങ്കെടുക്കുന്നു. ഡൽഹിയിലെ ധീരയായിട്ടുള്ള നമ്മുടെ അഖിലേന്ത്യാ മഹിളാ മോർച്ചയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആയിരുന്ന എന്റെയൊക്കെ സഹപ്രവർത്തകയും സുഹൃത്തുമായിട്ടുള്ള ഡൽഹി മുഖ്യമന്ത്രി രേഖാജി, അവർ കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കുന്നു. നമ്മൾ ഇന്ന് ഈ രാജ്യത്ത് ഛത്തീസ്ഗഡ് നമ്മൾ ഭരിക്കുന്നു, ഹരിയാന ഭരിക്കുന്നു, ഡൽഹി ഭരിക്കുന്നു, ഉത്തർപ്രദേശ് ഭരിക്കുന്നു. അങ്ങനെ നമ്മൾ നോക്കിയാൽ 16 സംസ്ഥാനങ്ങളുടെ ഭരണകൂടം BJP ഒറ്റയ്ക്കാണ്. NDA സഖ്യകക്ഷിയോടുകൂടി നമ്മൾ 5ഓളം വരുന്ന സംസ്ഥാനങ്ങൾ ഭരിക്കുകയാണ്. ഇത്രയും വലിയൊരു മഹാപാർട്ടി രാജ്യത്ത് എന്തുകൊണ്ട് വളർന്നു എന്നുള്ള ചോദ്യം, ആ ചോദ്യത്തിനാണ് ഈ നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ പൊതുസമൂഹത്തോട് മറുപടി പറയുന്നത്. 9 തെരഞ്ഞെടുപ്പിൽ തോറ്റ ഒരാളാണ് ഞാൻ. 6 അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലും 3 പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലും തോറ്റിട്ടും കരഞ്ഞ് ഞാൻ തോറ്റുപോയല്ലോ എന്ന് കരുതി പ്രസംഗം കുറയ്ക്കുകയോ പ്രവൃത്തി കുറയ്ക്കുകയോ ചെയ്യാൻ നമ്മൾ തയ്യാറല്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് വീണ്ടും നമ്മുടെ ഗോതയിൽ രമണം കളിക്കില്ല. നമ്മുടെ ഗോതയിൽ ഞാൻ എന്റെ ഗോതയിൽ കളിക്കും. കാരണം എന്താണ്? നമ്മൾ കടന്നു വന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പടിപടിയായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ കടന്നു വന്ന ആളുകളാണ്. അപ്പൊ തോൽവിയും വിജയവും നമുക്ക് അമിത പരാജയം ഉണ്ടായാൽ, അല്ലെങ്കിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയാൽ കരയാനോ, നല്ല വിജയമുണ്ടായാൽ അട്ടഹസിച്ചു ചിരിക്കാനോ അല്ല രാഷ്ട്രീയം. എന്തിനാണ് രാഷ്ട്രീയം? പരാജയപ്പെട്ടാൽ വിജയത്തിലേക്ക് എങ്ങനെ നടന്നെടുക്കണം എന്ന് നമ്മൾ പഠിക്കും. വിജയിച്ചാൽ ആ വിജയം അത് ജനങ്ങളിലേക്ക് സമർപ്പിക്കപ്പെടും എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഈ രാജ്യത്ത് ഇപ്പൊ എപ്പോഴും പറഞ്ഞ എന്താണ്? മെഷീൻ വെച്ചു, പോളിംഗ് ശരിയായില്ല. അപ്പൊ കർണാടക സംസ്ഥാനം അതിപ്പോ എന്തായാലും കോൺഗ്രസ് ഭരിക്കുന്നുണ്ട്. സിദ്ധരാമയ്യാണ് അവിടെ മുഖ്യമന്ത്രി. സിദ്ധരാമയ്യ വിജയിച്ചപ്പോ ഈ ആരോപണമൊന്നും നമ്മൾ കേട്ടില്ല, കണ്ടില്ല. അപ്പൊ കർണാടകയിലും അതുപോലെ തന്നെ വിരലിലെണ്ണാവുന്ന പ്രദേശങ്ങളിലും മാത്രമായി ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചുരുങ്ങിപ്പോയിരിക്കുകയാണ്. നമ്മുടെ ലീഡർ ചാണക്യൻ, രാഷ്ട്രീയത്തിന്റെ മർമ്മമറിയാവുന്ന മനുഷ്യൻ, അദ്ദേഹത്തിനോട് ഞങ്ങൾ കേരളത്തിൽ സംശയം ചോദിച്ചിട്ടുണ്ട് അമിത്ഷാജിയോട്. അമിത്ഷാജി എങ്ങനെയാണ് ഈ ഗുജറാത്ത് ഇങ്ങനെ നിരന്തരം ഭരിക്കുന്നത്? അപ്പൊ മീറ്റിംഗിൽ അദ്ദേഹം പറഞ്ഞു, ഒരു എളുപ്പ വഴിയുമില്ല. എന്താണ്? ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ.
നിങ്ങൾ ജനങ്ങൾക്കിടയിൽ ഇറങ്ങുക, പ്രവർത്തിക്കുക, പാൽ സൊസൈറ്റി അവിടെ ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക, കർഷകർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ പാൽ സൊസൈറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോ ആ കർഷകരിൽ തീരുമാനിക്കും നല്ല ആള് പാൽ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആവണം. അതുപോലെ തന്നെ സഹകരണ സംഘങ്ങളിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോ അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കും ഈ സഹകരണ സംഘ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ഞങ്ങൾക്ക് വേണ്ടി ഉപകാരമായ കാര്യങ്ങൾ ചെയ്യാനും അതിന്റെ കറക്റ്റായിട്ടുള്ള പൊസിഷൻ നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കാനും സാധിക്കുന്ന ആളാണ് ഇതിന്റെ ഈ സംഘത്തിന്റെ, അതായത് സൊസൈറ്റിയുടെ അധ്യക്ഷൻ എന്ന് ജനം മനസ്സിലാക്കുമ്പോ ഒരിക്കൽ വിജയിച്ച് വീണ്ടും അദ്ദേഹം വിജയത്തിലേക്ക് വരും. മെമ്പർ ഓഫ് പഞ്ചായത്ത്, ഒരു പഞ്ചായത്തിനകത്തുള്ള ഒരു സാധാരണക്കാരൻ, അവൻ ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചു പോയാൽ ജനങ്ങളോട് സത്യസന്ധത പുലർത്തിക്കൊണ്ട്, നീതി പുലർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായാൽ അദ്ദേഹം വീണ്ടും വിജയിക്കും, വലിയ ചുമതലകളിലേക്ക് കടന്നു വരും. അപ്പോ BJPയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ നാളുകളിൽ അമിത്ഷാജി കേരളത്തിൽ വന്നപ്പോ, തിരുവനന്തപുരത്ത് വന്നപ്പോ അദ്ദേഹത്തിന്റെ പ്രസംഗം നടക്കുന്നതിന് മുമ്പ് അഡ്വാൻസ് പ്രസംഗം എനിക്ക് നടത്താനുള്ളത് കൊണ്ട് ഞാൻ സ്റ്റേജിലായിരുന്നു. കാരണം തിരുവനന്തപുരം BJP ഓഫീസിൽ അദ്ദേഹത്തിന്റെ അരികിൽ പോയി നിന്നാൽ ഈ പ്രസംഗം ഇവിടെ നടത്താൻ പറ്റില്ല. അതുകൊണ്ട് പ്രസംഗിക്കുന്നവർ സ്റ്റേജിനരികിൽ നിൽക്കുകയും സ്റ്റേജിൽ പ്രസംഗിക്കുകയും എന്നാൽ അവിടെ മറ്റുള്ള ഭാരവാഹികൾ ഒരുമിച്ച് ചേരുകയും ചെയ്തപ്പോ അവിടെ അമിത്ഷാജി പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് ഇരിക്കാനുള്ള റൂം ഏതാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേരളവും മാറും. എങ്ങനെ മാറും? ഈ കേരളത്തിൽ വികസനം ഉണ്ടാകണം. ആ വികസനം എന്ന് പറയുന്നത് മുളങ്ങുന്നത്തുകാവിലെ മെഡിക്കൽ കോളേജിൽ പോകുമ്പോ MRI സ്കാൻ എടുക്കാൻ വേണ്ടി എഴുതി കൊടുക്കുന്ന വയറുവേദന അനുഭവിക്കുന്ന രോഗിക്ക് 6 മാസം കഴിഞ്ഞ് രോഗി മരിച്ചിട്ട് സ്കാൻ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോ 6 മാസം കഴിഞ്ഞു വരാൻ ഡോക്ടർ പറയുമ്പോ ആ രോഗി ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് എവിടേക്ക് പോകും? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണം, അല്ലെങ്കിൽ വേറൊരു മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കണം. അപ്പൊ MRI സ്കാൻ പാവപ്പെട്ടവർക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു ഭരണകൂടം. പണ്ട് ഗൗരിയമ്മയുടെ കാലത്ത് ആലപ്പുഴയില് ഒരു മരുന്നുണ്ടാക്കുന്ന ശ്രീമാൻ തോമസിന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ മന്ത്രിസഭ ഒരു മരുന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനം തുടങ്ങി. ആ സ്ഥാപനം ഒഴിച്ചാൽ കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ ഒരു മരുന്ന് പോലും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. എന്നാൽ തമിഴ്നാട്ടുകാരൻ അവിടെ കമ്പനി ഉണ്ടാക്കി അവിടെ അവർ ഗുളിക ഉൽപ്പാദിപ്പിക്കുന്നു, വലിയ വലിയ രോഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആന്ധ്രക്കാരനും കർണാടകക്കാരനും തമിഴ്നാട്ടുകാരനും ഗുജറാത്തുകാരനും ഉത്തർപ്രദേശുകാരനും ഇത് ചെയ്യാമെങ്കിൽ കേരളത്തിൽ ഇത്രയും ബുദ്ധിയും വിവേകവുമുള്ള നമ്മുടെ കുട്ടികൾ, ചുണക്കുട്ടന്മാരുള്ള നാട്ടിൽ എന്തുകൊണ്ട് നമുക്കിതൊന്നുമില്ല എന്ന ചോദ്യത്തിന് ഉത്തരം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരുമിച്ചിരുന്ന് തീരുമാനിക്കും ഏത് കമ്പനിയിൽ നിന്നാണ് മരുന്ന് കൊണ്ടുവരേണ്ടത്. ഒരു മാസം 1000 കോടി രൂപയുടെ 10,000 കോടി രൂപയുടെ മരുന്ന് ഒരു വർഷം ഉപയോഗിക്കുന്ന കേരളത്തിൽ ഒരു മരുന്ന് പ്രൊഡ്യൂസിംഗ് കമ്പനികൾ പോലും വളരാത്തത് എന്തുകൊണ്ടാണ്? മരുന്ന് ഇവിടെ വേണ്ട. ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നെല്ല്, ആ നെല്ലിന് അരിയാക്കിയിട്ട് ആലപ്പുഴയിലെ പാടശേഖരങ്ങളിലെ കർഷകർക്ക് പണം കൊടുക്കാൻ, അവൻ ഉണ്ടാക്കിയ ഉൽപ്പന്നത്തിന് പണം കൊടുക്കാൻ സാധിക്കാതെ അവിടെ കർഷകര് ആത്മഹത്യ ചെയ്താലും കുഴപ്പമില്ല, എവിടേക്ക് പോകും? അരി വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കർഷകരുടെ നെല്ലിന് വില കൊടുക്കാത്ത ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് അയൽ സംസ്ഥാനത്ത് പോയി അരി വാങ്ങിക്കൊണ്ടുവന്ന് ഈ കർഷകൻ അവന്റെ ഉൽപ്പന്നത്തിന് വില ചോദിക്കുമ്പോ തൂങ്ങിച്ചാവാൻ പറയും. അതല്ലേ സംഭവിച്ചത്? പ്രസാദ് 3 തവണ ചെന്നു, സൗകര്യമില്ലെങ്കിൽ പോയി മരിക്കണോ എന്നാണ് പറഞ്ഞത്. അങ്ങനെ എന്റെയും നിങ്ങളുടെയും സഹോദരനായിട്ടുള്ള പ്രസാദിന് അവിടെ മരണമടയേണ്ടി വന്നു. ആ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഇവിടുത്തെ ഭരണകൂടത്തിനാണ്, ഇവിടുത്തെ പ്രതിപക്ഷത്തിനാണ്. കേരള നിയമസഭയിൽ എണീറ്റു നിന്നുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനോട് കാർഷിക മേഖലയിലെ പരാജയത്തെ പരിഹരിക്കണം എന്ന് പറയാൻ, അതിന് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഇന്ത്യയുടെ കൃഷി വകുപ്പ് മന്ത്രി മധ്യപ്രദേശിൽ നിന്ന് 15 കൊല്ലത്തിലധികം മുഖ്യമന്ത്രിയായി, അല്ലെ? 4 ഹാട്രിക് വിജയമല്ല, 4ാമതും അവിടെ ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വന്ന ഭാരതീയ ജനതാ പാർട്ടിക്കാരൻ ആയ ശ്രീമാൻ ശിവരാജ് സിംഗ് ചൗഹാൻ ഇപ്പൊ ക്യാബിനറ്റ് മിനിസ്റ്ററാണ്. അപ്പോ അദ്ദേഹത്തെ കാണാൻ ഒരു തവണ പോലും കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ഒരു പ്രൊജക്ട് പോലും കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ കർഷകന്റെ വേദന അറിയാവുന്ന, പെൺകുട്ടികൾ എപ്പോഴും മുത്തശ്ശനെന്ന് വിളിക്കുന്ന മധ്യപ്രദേശിന്റെ തെരുവീതിയിലൂടെ നടന്നു നീങ്ങുമ്പോ സാധാരണ ചായക്കടക്കാരൻ ഓടി വന്ന് കെട്ടിപ്പിടിക്കാൻ സ്വാതന്ത്ര്യമുള്ള
4 തവണ ആ സംസ്ഥാനം ഇത്രയും വലിയൊരു സംസ്ഥാനത്തെ അധികാരത്തിലെത്തിച്ചിട്ടുള്ള ആ ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി വകുപ്പ് മന്ത്രിയായിട്ട് ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറല്ലാത്ത കേരളത്തിന്റെ ഭരണകൂടം നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ശ്രീമാൻ സുരേഷ് ഗോപി ജയിച്ചത്. ആ സുരേഷ് ഗോപി ജയിച്ചതിനു ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മരുമകനാണല്ലോ മാത്രമേ ഉള്ളൂ നമ്മുടെ സുരേഷ് ഗോപിയുമായിട്ട് ഓൺലൈനായിട്ട് പോലും ഒരു പ്രൊജക്ടിനെ കുറിച്ച് സംസാരിക്കാത്ത ഏക സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. എന്താ സംസാരിക്കാത്തത്? സംസാരിച്ചാൽ ടൂറിസം കടന്നു വരും. ടൂറിസം കടന്നു വന്നാൽ പാലക്കാടും മലമ്പുഴയിലും അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂരിൽ അതിരപ്പള്ളിയിലും അതല്ലെങ്കിൽ തൊട്ടപ്പുറത്തേക്ക് പോയാൽ എറണാകുളത്ത് മറൈൻ ബീച്ചിലും അങ്ങോട്ടപ്പുറത്ത് പോയാൽ ആലപ്പുഴയുടെ തീരദേശ മേഖലയിലുമൊക്കെ തിരുവനന്തപുരത്തും വർക്കലയിലുമൊക്കെ ടൂറിസ്റ്റ് സാധ്യതകൾ വർദ്ധിക്കപ്പെടും. ആ ടൂറിസ്റ്റ് സാധ്യതകൾ വർദ്ധിക്കപ്പെടുമ്പോ ആയിരക്കണക്കിന് കോടി രൂപ കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായി കാത്തിരിക്കുമ്പോ ടൂറിസം മേഖല വളരരുത് എന്ന ആഗ്രഹമുള്ള ഒരു ടൂറിസം വകുപ്പ് മന്ത്രി ഈ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനായിട്ട് ആ വീടിനകത്ത് വിലസുകയാണ്. അപ്പൊ ടൂറിസം വളരുമോ? വളരില്ല. അഗ്രികൾച്ചർ സെക്ടർ വേണ്ട, ടൂറിസം മേഖല വേണ്ട. നമ്മുടെ കുട്ടികൾ ലോകത്തെ തന്നെ മുന്തിയ യൂണിവേഴ്സിറ്റികളിൽ സെലക്ഷൻ ചെയ്യപ്പെടുമ്പോൾ അതിബുദ്ധിമാന്മാരായിട്ടുള്ള നമ്മുടെ മക്കളെ സെലക്ട് ചെയ്തെടുക്കുന്ന യൂണിവേഴ്സിറ്റികൾ ലോകത്തെ കേരളത്തിലെ മിടുമിടുക്കന്മാരെ കാത്തിരിക്കുമ്പോ നമ്മുടെ മക്കൾ ഒരു പഠനത്തിന് സൗകര്യമില്ലാത്ത നിലവാരമില്ലാത്ത ഡോക്ടറേറ്റ് എടുക്കാൻ ഭയപ്പെടുന്ന യൂണിവേഴ്സിറ്റികളാണ് നമ്മുടെ മുന്നിലുള്ളത്. ആരിഫ് ഖാൻ എന്താ പറഞ്ഞത്? ആരിഫ് ഖാൻജി പറഞ്ഞു, ആദരണീയനായിട്ടുള്ള ഗവർണർ അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് അറിയുമോ? ഇവിടെ തോന്നിയ ആളുകൾക്ക് ഡോക്ടറേറ്റ് കൊടുക്കുകയാണ്, തോന്നിയ ആളുകൾക്ക് PhD കൊടുക്കുകയാണ്. അങ്ങനെയാണ് ആലത്തൂരെ നമ്മുടെ MP ഉണ്ടല്ലോ മിസ്റ്റർ ബിജു പറഞ്ഞത്, ചിന്തയ്ക്ക് വാഴക്കൊലയും ചങ്ങമ്പുഴയും തിരിച്ചറിയാത്ത ചിന്തയ്ക്ക് ഡോക്ടറേറ്റ് കൊടുക്കാമെങ്കിൽ എനിക്കും ഒരു ഡോക്ടറേറ്റ് വേണം, ബിജു കമ്മിറ്റിയിൽ പറഞ്ഞു. അപ്പൊ പിണറായി വിജയൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ ഒരാളാണ്. അപ്പൊ പിണറായി പറഞ്ഞു, എടോ താൻ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടോ? അടുത്തിരിക്കുന്ന സെക്രട്ടറി ചെവിയിൽ പറഞ്ഞു കൊടുത്തു, കെമിസ്ട്രി പഠിക്കാത്ത ആൾക്ക് കെമിസ്ട്രിയിൽ PhD എടുക്കാൻ പറ്റുമോ? കൃഷ്ണനുണ്ണി പഠിച്ചല്ലേ വ്യാസ കോളേജില്? അപ്പൊ കെമിസ്ട്രി പഠിച്ചാലേ കെമിസ്ട്രിയിൽ PhD കിട്ടൂ. പക്ഷെ ബിജു പറഞ്ഞു, എനിക്ക് വേണം PhD. എന്താ കാരണം? കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് കക്കൂസ് കഴുകാൻ പറഞ്ഞാൽ കഴുകണം എന്ന് പറയുന്ന ആർഷോയെ പോലെയുള്ള ഷിജു ഖാനെ പോലെയുള്ള ആളുകൾക്ക് ഷിജു ഖാന് ഡോക്ടറേറ്റ് കൊടുത്തു കേരളത്തില്. ചിന്തയ്ക്ക് ഡോക്ടറേറ്റ് കൊടുത്തു. പിന്നെയോ പഠിക്കാത്ത, പാഠം പഠിക്കാത്ത, ഒരു എക്സ്പെരിമെന്റ് ചെയ്യാത്തവനും ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ ജയിക്കും. പാലക്കാട്ടുകാരൻ MP രാജേഷിന്റെ ഭാര്യയ്ക്ക് കാലടി സംസ്കൃത കോളേജില് ഉന്നതമായ ജോലി കൊടുത്തു. അപ്പോ രാജേഷ് പറഞ്ഞു, ഇത് ശരിയാവില്ല, രാജേഷിന്റെ ഭാര്യയ്ക്ക് കൊടുത്ത എന്റെ ഭാര്യയ്ക്കും വേണ്ടേ? അങ്ങനെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയില് മറ്റവന്റെ ഭാര്യയ്ക്കും കൊടുത്തു ജോലി. അതല്ല ഇന്ന് കേരളത്തിൽ കാണുന്നത്. ഇവരുടെ കൂടെയുള്ള മന്ത്രിമാരുടെ കുടുംബാംഗങ്ങൾക്ക് മുഴുവൻ ജോലി കഷ്ടപ്പെട്ട് പഠിച്ച് ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും നേടി ഒറിജിനലായിട്ട് പഠിക്കുന്ന മിടുമിടുക്കന്മാർക്ക് അവർക്ക് ജോലിയില്ല. അവരിവിടെ നിന്ന് കെട്ടി പോവുകയാണ് പുറത്തേക്ക്. ഒരു വർഷം 10,000-ലധികം വരുന്ന വലിയ സ്റ്റുഡൻസ്, നല്ല കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾ ലോകരാജ്യങ്ങളിലേക്ക് പോകുന്ന നാടായി കേരളം മാറി. വയസ്സായ ആളുകൾ മാത്രം വീടുകളിൽ അവശേഷിക്കുകയാണ്. ലോകോത്തര നിലവാരമുള്ള യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കാൻ ഞാൻ ഗ്യാരണ്ടി എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന് ആ യൂണിവേഴ്സിറ്റികൾക്ക് ആവശ്യമായി വികസന രേഖയുണ്ടാക്കാൻ, പ്രൊജക്ട് ഉണ്ടാക്കാൻ, നമ്മുടെ കുട്ടികളെ ഓരോ മേഖലയിലും ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഇവര് മുന്നോട്ട് പോവുകയാണ്. കണക്ക് അറിയുന്ന തോമസ് ഐസക് സാറ്, തോമസ് ഐസക് ഇത് ഭയങ്കര കണക്കാണ്. പക്ഷേ എന്നാ പിന്നെ ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലിനെ 0 ഇടാൻ പഠിപ്പിച്ചൂടെ? 0 ബാലഗോപാൽ ഇടില്ല, കോമയിടില്ല. അങ്ങനെ ചോദിക്കുന്ന കാശൊക്കെ നിർമ്മലാ സീതാരാമൻ കൊടുക്കണം എന്ന് പറയുന്ന ഇവിടുത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയോട് കേന്ദ്രത്തിന്റെ ചില ബോഡികൾ ആവശ്യപ്പെട്ടു. എന്താണ്? കൃത്യമായിട്ടുള്ള കണക്ക് വേണം. കഴിഞ്ഞ 11 വർഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നികുതി വിഹിതം ഈ രാജ്യത്തേക്ക് കൊടുത്തത് ശ്രീമതി നിർമ്മലാ സീതാരാമനാണ്. അങ്ങനെ നികുതി വിഹിതം കിട്ടിയ പണം ഏത് മേഖലയിലാണ് വിനിയോഗിച്ചത്? നിങ്ങൾ വകമാറി ചിലവഴിക്കുന്നു. നിങ്ങൾ ഇവിടുത്തെ പാവപ്പെട്ടവന്റെ ഫണ്ട് അത് നിങ്ങൾ മുച്ചൂട് മുടിക്കുന്നു. നിങ്ങൾ ഇവിടെ വിവിധങ്ങളായിട്ടുള്ള പ്രൊജക്ടുകൾക്ക് വേണ്ടി കൊടുത്ത പൈസ അത് നിങ്ങൾ ലാപ്സാക്കി കളയുന്നു. അങ്ങനെ നാടിന്റെ വികസനത്തെ കുറിച്ച് ചർച്ചയില്ലാത്ത ഈ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണകൂടത്തിന് ബദലായി നിൽക്കുന്ന ശ്രീമാൻ VD സതീശൻ അറിയാം എന്താണ്? അവസാന തുരുത്താണ് കേരളം.
കോൺഗ്രസുകാരനും മാർക്സിസ്റ്റുകാരനും ഒരുമിച്ച് പരീക്ഷിക്കാനുള്ള അവസാനത്തെ തുരുത്താണ് നമ്മുടെ കൊച്ചു കേരളം. അതുകൊണ്ടാണല്ലോ പ്രിയങ്ക ഇവിടെ മത്സരിക്കുന്നത്, അതുകൊണ്ടല്ലേ രാഹുൽ ഇവിടെ മത്സരിച്ചത്. ഇന്ത്യയിൽ അതായത് 404 സീറ്റും വാങ്ങി വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ബീഹാറിൽ ഇപ്പോ 4 സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ എവിടെ എത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? എന്തുകൊണ്ട് സംഭവിച്ചു? ഒന്നാം UPA ഗവൺമെന്റും ആരാ നിലനിർത്തിയത്? അടൽ ബിഹാരി വാജ്പേയിയുടെ സുദൃഢമായ ഭരണം ഈ രാജ്യത്തുണ്ടായിട്ട് ആ അടൽ ബിഹാരി വാജ്പേയിയെ ആ ഭരണത്തിൽ നിന്ന് താഴെയിറക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ മൊയ്തീനിക്കയുടെ പാർട്ടിയും പിണറായി വിജയന്റെ പാർട്ടിയും CPIയുടെ ബിനോയ് വിശ്വത്തിന്റെ പാർട്ടിയും എല്ലാവരും ഇവിടെ നിന്ന് ഡൽഹിയിലെത്തി വണ്ടി കയറിയപ്പോ തീരുമാനിച്ചു അടൽ ബിഹാരി വാജ്പേയി വേണ്ട. എന്നാൽ പാകിസ്ഥാനിലെ ജനതയ്ക്ക് പോലും അടൽ ബിഹാരി വാജ്പേയിയെ സ്നേഹമായിരുന്നു. പാകിസ്ഥാൻ സന്ദർശിക്കാൻ വേണ്ടി ചെന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിൽ അവിടെ കൊടുത്ത കാപ്പിക്ക്, അവിടുത്തെ പൂക്കൾക്ക് എല്ലാം തന്നെ ഈ രാജ്യത്തിന്റെ പേരിടാൻ തീരുമാനിച്ച പാകിസ്ഥാനിലെ സ്നേഹനിധികളായിട്ടുള്ള മുസ്ലിങ്ങൾ പോലും പറഞ്ഞു ഇതാ ഇങ്ങനെയൊരു മനുഷ്യൻ. കാരണം എന്താണ്? ഒരു RSSകാരൻ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി. അപ്പൊ പറഞ്ഞു അയ്യോ ഇനി മുസ്ലിമിന് രക്ഷയില്ല, മുസ്ലിമിന് പള്ളിയിൽ പോവാൻ വെള്ളിയാഴ്ച ഉണ്ടാവില്ല, ഞങ്ങൾ എന്തിനു ചെയ്യും? പക്ഷേ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിമിന് ബോധ്യപ്പെട്ടു ഖുർആൻ കയ്യിൽ പിടിക്കുന്ന, നമാസ് നടത്തുന്ന, നിസ്കരിക്കുന്ന, പള്ളിയിൽ പോകുന്ന രാജ്യസ്നേഹിയായ ഏത് മുസൽമാന് വേണ്ടിയും വലത് കൈ പൊക്കാൻ RSSകാരനായ വാജ്പേയി തയ്യാറാകും എന്ന് ഇവിടുത്തെ മുസൽമാനെ നമ്മൾ ആ ഭരണകൂടത്തിന്റെ കീഴിൽ പഠിപ്പിച്ചു. എന്നിട്ടോ നമ്മൾ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു മുസൽമാനെ രാജ്യത്തിന്റെ രാഷ്ട്രപതിയാക്കി. അദ്ദേഹമാണ് ഡോക്ടർ അബ്ദുൽ കലാം. ആ ഡോക്ടർ അബ്ദുൽ കലാമും അടൽ ബിഹാരി വാജ്പേയിയും ചേർന്ന് ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തെ മുന്നോട്ട് നയിച്ചപ്പോ അതിനെതിരായി കൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ മാർക്സിസ്റ്റുകാരെല്ലാവരും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ജയിച്ച് ഡൽഹിയിൽ പോയി വാജ്പേയിയെ താഴെ ഇറക്കാൻ വേണ്ടി ആർക്ക് വോട്ട് കൊടുത്തു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വോട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ആകാശത്തിൽ അഴിമതി അല്ലെ, 2G സ്പെക്ട്രം, പാതാളത്തിൽ അഴിമതി, കൽക്കരി കുംഭകോണം, കോമൺവെൽത്ത് ഗെയിംസ്, എവിടെ നോക്കിയാലും അഴിമതി. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടത്തിക്കൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോയി. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ആലപ്പുഴയുടെ പരിസര പ്രദേശങ്ങളില് KC വേണുഗോപാല്, തൃശൂരിലെ പ്രതാപനും ഒക്കെ തൃശൂരില് പാറത്തൊപ്പിയിട്ട് ഒരു സമരം. എന്താ സമരം? കരിമണൽ കടത്തിനെതിരെ സമരം. നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കരിമണൽ എന്ന് പറയുന്ന മേജർ മൈൻസിനെ തോന്നിയ രീതിയിൽ കളവ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് തീരുമാനമെടുത്തത്. ഇന്ത്യയിലെ മേജർ മൈനുകളെല്ലാം തന്നെ ലേലം വിളിച്ചെടുക്കണം, അത് ഗുണനിലവാരമുള്ള കമ്പനികൾ മാറ്റുരയ്ക്കണം. ഏറ്റവും കെങ്കേമന്മാരായ ഈ ഭാരതത്തിലെ കമ്പനികൾക്ക് 1ാം സ്ഥാനം എന്ന് പറഞ്ഞ് അനുവാദം കൊടുത്ത നരേന്ദ്രമോദിക്കെതിരെ ആരാ പാളത്തൊപ്പിയിട്ട് സമരം ചെയ്യുന്നത്? കോൺഗ്രസ്. ആ കോൺഗ്രസ് ആരാണ്? 25 അറബിക്കടലിലെ കരിമണൽ ബ്ലോക്കുകൾ ഒരാളോടും ചോദിക്കാതെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ബിനാമി കമ്പനികൾക്ക് എഴുതി കൊടുത്ത KC വേണുഗോപാലും അവരുടെ നേതാക്കന്മാരും ചേർന്ന് മോദിക്കെതിരെ ഇവിടെ സമരം. അപ്പോ കേരളത്തിൽ ഒരല്പസമയം കൂടി കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ഭരണപക്ഷവും പ്രതിപക്ഷവുമായി കളിക്കാം എന്നുള്ള വ്യാമോഹമാണ് ഇവിടത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കുമുള്ളത്. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്റെ സഹപ്രവർത്തകരോട്, ഇത് അധിക ദൂരം ഈ വണ്ടി മുന്നോട്ട് പോകില്ല. ഈ വണ്ടി ഇതൊരു പായക്കപ്പലാണ്. ആ പായക്കപ്പലിൽ തുള വീണ് കഴിഞ്ഞു, വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാധനം മുങ്ങും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനുള്ള നല്ല നല്ല ആളുകളെല്ലാം പായക്കപ്പലിൽ നിന്ന് താഴേക്ക് എങ്ങനെയെങ്കിലും കപ്പൽ തീരത്തണയുമ്പോ ഒരാൾ ചാടും. അങ്ങനെ പോകുന്ന ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തും നമ്മുടെ കേരളത്തിന്റെ ചാണക്യനായിട്ടുള്ള ശ്രീമാൻ കരുണാകരന്റെ മകളുമായിട്ടുള്ള ശ്രീമതി പത്മജ. മുഖ്യമന്ത്രിയുടെ മകൾക്ക് വിവേകമുണ്ടായി. പത്മജ നമ്മുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വന്നു. ആ പത്മജ ചേച്ചി ഇന്ന് കുങ്കുമഹരിത പതാക പിടിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ കണ്ടു ആന്റണി, കേന്ദ്രമന്ത്രിയായിരുന്ന ആന്റണിയുടെ മകൻ ശ്രീമാൻ അനിൽ ആന്റണി നമ്മുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വന്നു. എത്രയോ ആളുകൾ, അബ്ദുള്ള കുട്ടി മുസ്ലിമല്ലേ, നജ്മ അബ്ദുള്ള മുസ്ലിമല്ലേ, ഷാനവാസ് ഹുസൈൻ മുസ്ലിമല്ലേ, മുക്തർ അബ്ബാസ് നഖ്വി മുസ്ലിമല്ലേ. അപ്പോ മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും ഒരു വിവേചനവും ഇല്ലാതെ, ആരോടുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യനീതി എന്നുള്ള മുദ്രാവാക്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദി വിശ്വസിക്കുന്ന പാർട്ടിക്ക് വടക്കാഞ്ചേരിയില്
ഒരു ഭരണസാരഥ്യം ഉണ്ടാകണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ശുഭസൂചകമായിട്ടുള്ള ഒരു സന്ധ്യയിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വടക്കാഞ്ചേരിയിൽ ഏറ്റവും വലിയ തീവെട്ടിക്കൊള്ളക്കാരുടെ നാടാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പ്രസംഗിക്കേണ്ട കാര്യമില്ല. കാരണം മന്ത്രിയേക്കാൾ വലിയ ആളാണ് മന്ത്രിയുടെ കാവൽക്കാരൻ. അതിനേക്കാൾ വലിയ ആളാണ് കണ്ണൂരിൽ നിന്ന് വണ്ടി കയറി ഇവിടെ എത്തിയാൽ. അപ്പോ വടക്കാഞ്ചേരിയിലും കണ്ടില്ലേ ചേലക്കര രാധാകൃഷ്ണൻ സാറിന്റെയൊക്കെ പണി പോയത് എങ്ങനെ പോയത്? രാധാകൃഷ്ണൻ ആള് നല്ല ആളായിരുന്നു. പക്ഷേ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില കള്ളന്മാരുടെ കൂടെ കൂടിയിട്ട് ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും. പിന്നെയോ വേറെന്തെങ്കിലും ചാരിയാൽ അതായിരിക്കും ഒരു വൃത്തികെട്ട സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകും. പിന്നെയോ അയ്യപ്പന്റെ അടുത്ത് പോയി കൈകൂപ്പി പ്രാർത്ഥിച്ചില്ല, തീർത്ഥം കൊടുത്തപ്പോ അറിയാതെ കൈ നീട്ടി, ആ തീർത്ഥം വാങ്ങി അവിടെ താഴെ ഒഴിച്ചു. എന്നിട്ട് പറഞ്ഞു ഈ വെള്ളമൊന്നും ഞാൻ കുടിക്കില്ല. പറഞ്ഞതേ ഓർമ്മയുള്ളൂ. മന്ത്രിസ്ഥാനം പോയി. കുറച്ചു നാൾ കഴിയുമ്പോഴേക്കും മന്ത്രിസ്ഥാനം പോയി. ആള് നേരെ പാർലമെന്റിൽ പോയി. ഇപ്പൊ അവിടെ കപ്പലണ്ടി മിഠായും കഴിച്ചിരിക്കുകയാണ്. മോദി പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഒരു സാധാരണക്കാരായി എന്നായി വളർന്നു വന്ന് കടന്നു വന്ന് മിനിസ്റ്ററായി BJP-ക്കാർക്ക് പോലും നല്ല നേതാവ് എന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒരു മനുഷ്യൻ അയ്യപ്പനോട് കളിച്ചത് ഓർമ്മയുള്ളൂ. പിന്നീട് എല്ലാ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിലും പോയി നശിച്ച് നാറാണക്കല്ലായി. ബാക്കി കഥകളിലേക്കൊന്നും ചരിത്രത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അങ്ങനെ ഇപ്പോ ചൂണ്ടിക്കാണിക്കാൻ വേറൊരു മുഖ്യമന്ത്രി ഇല്ലാത്ത അവസ്ഥയിലേക്ക്. എന്താ പട്ടിണി പാവങ്ങളുടെ നേതാവായിരുന്ന മനുഷ്യന് മര്യാദക്കായിരുന്നുവെങ്കിൽ, സ്വതസിദ്ധമായ ശൈലിയിൽ സ്വത്വബോധത്തോടുകൂടി മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഭാവി അന്ന് ഇദ്ദേഹം കസേരയിൽ നിന്ന് ഇറങ്ങിയാൽ മുഖ്യമന്ത്രി വരെ ആവാൻ പാർട്ടി കമ്മിറ്റിയിൽ പറയാൻ യോഗ്യതയുള്ള ഒരാൾ അയ്യപ്പനെ തൊട്ട് കളിച്ചു. അവസാനം എന്തുണ്ടായി? അപ്പോ ഇങ്ങനെ ഏറ് വിഴിഞ്ഞ ആളുകളൊന്നും അമ്പലങ്ങളിൽ കയറേണ്ട കാര്യമില്ല. ഇന്ത്യയുടെ നമ്പർ 1 വ്യക്തി അയ്യപ്പന്റെ മുന്നിൽ വന്നു. ഞാൻ മുമ്പും പ്രസംഗിച്ചിട്ടുണ്ട്. അത് നമ്മുടെ രാഷ്ട്രപതിയാണ്. വ്രതം നോറ്റു. എന്താണ് ഈ വ്രതം? എത്ര ദിവസം വേണം ചോദിച്ചു. അവര് വ്രതം നോറ്റു, കറുപ്പെടുത്തു, ഭയഭക്തി ബഹുമാനത്തോടു കൂടിയിട്ട് ഈശ്വരന്റെ മുന്നിൽ അയ്യപ്പന്റെ മുന്നിൽ നിൽക്കുകയാണ് അവര്. തൊട്ടടുത്താണ് അങ്ങനെ കുന്തം വിഴിഞ്ഞ വാസവൻ നിൽക്കുന്നത്. കൈകൂപ്പുന്നില്ല, തീർത്ഥത്തിന് കൈ കാണിക്കുന്നില്ല. ഇവരെയൊക്കെ ആരാണ് വിളിക്കുന്നത് ക്ഷേത്ര കമ്മിറ്റികളുടെ മുന്നിലേക്ക്? നമ്മുടെ പണം വേണം, നമ്മുടെ ഭണ്ഡാരം തുറക്കണം, കോടികൾ വേണം, ദേവസ്വം വകുപ്പ് മന്ത്രിയാകണം. എന്നാൽ കാട്ടുകള്ളന്മാർക്ക് ദാസ്യപ്പണിയും ചെയ്യണമെന്നുള്ള അവസ്ഥയിലൂടെ ഈ നെറികെട്ട ഭരണം മുന്നോട്ട് പോകുമ്പോൾ ഈ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനുമെതിരായി ശക്തമായ പ്രാതിനിധ്യം തെളിയിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഗോപിയേട്ടനൊക്കെ ചുമതലയുണ്ടോന്ന് അറിയില്ല. തീർച്ചയായിട്ടും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് എന്ത് ചെയ്യണം? ഇവിടെ ഒരു വലിയ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കണം. നമ്മൾ അതിന് തയ്യാറെടുപ്പ് നടത്തണമെന്ന് അഭ്യർത്ഥിക്കാനും സ്ഥാനാർത്ഥികളെ അവർക്കൊരു ഷാളണിയിക്കാനും വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ എന്റെ പഴയ സുഹൃത്തുക്കളെയും എന്റെ മുതിർന്ന ആളുകളെയും ഒക്കെ കാണാൻ സാധിച്ചതിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഞാൻ വ്യാസ കോളേജിൽ പഠിക്കുമ്പോൾ ABVP-യിൽ ആകെ 2 സ്ത്രീകളാണ്. ഒന്ന് 3 ആളാണ്. ഒന്ന് രശ്മിയും, ഒന്ന് ഷീനയും, ഒന്ന് ഞാനും. അപ്പൊ ഞങ്ങളെ പലരും കളിയാക്കിയാൽ, ഞങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്റെ രക്ഷകനായിട്ടൊക്കെ ഞങ്ങളുടെ കൂടെ വരുന്ന ഒരാള് എന്റെ കാടായിരുന്നു മിസ്റ്റർ സുരേഷ്. ഇപ്പൊ ഡൽഹി പോയി. കൃഷ്ണൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ. അപ്പോ അന്ന് ആ ABVP-യിലൂടെ നമ്മള് കുറച്ചു പേരാണ് തുടങ്ങിയതെങ്കിൽ ഇന്ന് വ്യാസ കോളേജിൽ എത്രയോ ABVP-യുടെ കുട്ടികളെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് എനിക്ക് കാണാൻ സാധിച്ചു. ഇന്ന് നമ്മുടെ പാർട്ടി ചെറിയ പാർട്ടിയല്ല. 20% വോട്ടുള്ള ഒരു നമ്പർ 1 പാർട്ടിയാണ് കേരളത്തിൽ നമ്മളെങ്കിൽ അത് നിങ്ങളെല്ലാം സഹിച്ചതും പൊറുത്തതുകൊണ്ടും കഷ്ടപ്പെട്ടതുകൊണ്ടുമാണ്. ചില ആളുകൾക്കൊക്കെ ചുമതല അത് മാറ്റവും മറിച്ചിലും ഒക്കെ ഉണ്ടാവും. ഞാനൊക്കെ പ്രതികരിച്ചിട്ടുള്ള ആളാണ്. അതായത് തെരഞ്ഞെടുപ്പില് എന്നുള്ളതല്ല, നമ്മുടെ സംഘടനയ്ക്കകത്തും അങ്ങനെ കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് എല്ലാവരും മുന്നോട്ട് കയറി വരണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് ആളുകൾക്കിടയിൽ, BJP-ക്കാർക്കിടയിൽ പ്രസംഗിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം റോഡിൽ ഒരു മൈക്ക് തരുന്നതാണ്. ഇത് നെറ്റിയുടെ നിർബന്ധം കൊണ്ട് ഞാൻ എല്ലാവരെയും ഒന്ന് കാണാം എന്നുള്ള സന്തോഷത്തോടു കൂടിയും ഇവിടെ എത്തി എന്ന് മാത്രമേ ഉള്ളൂ. മൈക്ക് കണ്ടാൽ പ്രസംഗം നിർത്താൻ അറിയാത്തത് കൊണ്ടും ഞാൻ ഇത്രയും നേരം സംസാരിച്ചു. എന്തായാലും എല്ലാവരെയും ഇവിടെ കാണാൻ സാധിച്ചതിലും നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ ദിനം നമ്മുടെ സന്തോഷത്തിന്റെ ദിനത്തില് നമുക്കിവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഴയകാല പ്രവർത്തകരും ഇപ്പോഴത്തെ സഹപ്രവർത്തകന്മാരും എല്ലാം ചേർന്നുകൊണ്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. വടക്കാഞ്ചേരിയുടെ മുഖച്ഛായ അത് മാറ്റാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അതിന് ഈശ്വരൻ അനുഗ്രഹവർഷം ചൊരിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. വന്ദേ മാതരം.
അടുത്തതായിട്ട് നമ്മുടെ സ്ഥാനാർത്ഥിനെ ശോഭേച്ചി ഷാളണിച്ച് ആചരിക്കുകയാണ്. അതിന് ശോഭേച്ചിയെ ക്ഷണിക്കുന്നു. ആദരമേറ്റു പോകുന്നതിന് വേണ്ടി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി 10ാം ഡിവിഷൻ സ്ഥാനാർത്ഥി നിത്യസാഗറിനെ ക്ഷണിക്കുന്നു. जय बोलो भारत माता के, जय बोलो भारत माता के, जय बोलो भारत माता के।